ഹലോ, ഇന്ന് ഉത്സവം 6ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ഉത്സവത്തിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആനകൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് കൂട്ടിമുട്ടി. അത് കാരണം ഉത്സവം ഒന്ന് അലങ്കോലായിട്ടുണ്ടായിരുന്നു. ആന ഒന്ന് ഇടഞ്ഞു പോയി. അപ്പോൾ ഒരു ആന പോയി മറ്റേ ആനേനെ ചവിട്ടുക ചെയ്തത്. അതുകൊണ്ട് ഉത്സവം നടക്കാണ്ട് പോയി. ചെറിയ രീതിയിൽ ചോയ്യമ്പലത്തിൽ വെച്ചിട്ടാണ് പിന്നീട് ഉത്സവം നടന്നത്. ഉത്സവം നിർത്തി വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആനേനെ കൊണ്ട് ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒരാനേനെ വെച്ചിട്ടാണ് ലാസ്റ്റ് ചെയ്തത്. ഇതുപോലെ ചോയ്യമ്പലത്തിൽ ഉത്സവം മാത്രം നടന്നു, ആനയില്ലാണ്ട് ഉത്സവം മാത്രം ഇങ്ങനെ നടക്കുക ചെയ്തത്. എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആന ഒന്ന് ഇടഞ്ഞത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പാപ്പാൻ തക്ക സമയത്ത് ഇടപെട്ടത് കാരണം ആനേനെ തിളക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ തന്നെ ആനേനെ തളച്ചിടാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ ഉത്സവം ഭംഗിയായിട്ട് തന്നെ നടന്നു. ആന ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മ മാത്രം. ആനയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കാരണം ഒറ്റൊരു ആനേനെ വെച്ചിട്ട് മാത്രം ലാസ്റ്റ് ഉത്സവം നടത്തുകയാണ് ചെയ്തത്. ആന ഇടഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട്. പിന്നെ ഇതൊരു കുട്ടിയുടെ അരങ്ങേറ്റാണ്, അത് കാണാൻ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇങ്ങനെ വിവിധതരം പരിപാടികളായിരുന്നു ഉത്സവത്തിന് ഉണ്ടായിരുന്നത്. ഇത് കുട്ടികളുടെ പാട്ട്. അന്നേ ദിവസം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ കുട്ടിയുടെ ഗാനമേളയായിരുന്നു.
കുറച്ചു നേരം ഗാനമേള ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് ചന്ത എന്ന് പറയുന്നത്. അതായത് എഴുന്നള്ളിച്ച് പോയവർ തിരിച്ചു വരുന്നത്. അത് പുലർച്ചെയാവും, 2 മണിയൊക്കെ ആവും അത് ചന്ത നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഇനി ഉത്സവം അവസാന ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.